ഇനി ഇന്നത്തെ അറിയിപ്പ്. നിക്ഷേപങ്ങളുടെ പലിശ നിരക്കിൽ മാറ്റം വരുത്താതെ EPFO 2024-25 സാമ്പത്തിക വർഷത്തിലും പലിശ നിരക്ക് 8.25% തുടരും. 2024 ഫെബ്രുവരിയിലാണ് EPFO പലിശ നിരക്ക് 8.25% ഉയർത്തിയത്. 2023-24 സാമ്പത്തിക വർഷത്തേക്കുള്ള പലിശ നിരക്കിലാണ് നേരിയ വർധന വരുത്തിയത്. 2022-23 സാമ്പത്തിക വർഷത്തിലെ 8.15% നിന്നായിരുന്നു പുതുക്കൽ. നിലവിൽ 2023-24 സാമ്പത്തിക വർഷത്തെ പലിശ നിരക്ക് ഈ സാമ്പത്തിക വർഷത്തിലും നിലനിർത്താനാണ് EPFO തീരുമാനമായത്. അനുമതി ലഭിച്ചു കഴിഞ്ഞാൽ പുതിയ പലിശ 7 കോടിയിലധികം EPFO വരിക്കാരുടെ അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ചെയ്യും. EPFO തീരുമാനം സർക്കാർ അംഗീകരിക്കുന്നതോടെ മാത്രമേ പലിശ ബാധകമാകൂ. 2022 മാർച്ചിൽ 2021-2022 പലിശ നിരക്ക് EPFO 8.1% കുറച്ചിരുന്നു. ഇത് 40 വർഷത്തിനിടയിലെ ഏറ്റവും താഴ്ന്ന നിരക്കാണ്. 2020-21 ഇത് 8.5% 2018-19 8.65% നിന്നാണ് കുറവ് വരുത്തിയത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വിവിധ ഭേദഗതികൾ ഉൾപ്പെടുത്തി പുതുക്കിയ വഖഫ് ബില്ലിന് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി. സംയുക്ത പാർലമെന്ററി സമിതി നിർദ്ദേശിച്ച മാറ്റങ്ങളാണ് വരുത്തിയത്. പുതുക്കിയ ബില്ല് മാർച്ച് 10 ആരംഭിക്കുന്ന ബജറ്റ് സമ്മേളനത്തിന്റെ രണ്ടാം പകുതിയിൽ കേന്ദ്ര സർക്കാർ പാർലമെന്റിന്റെ മേശപ്പുറത്ത് വയ്ക്കും. വഖഫ് സ്വത്തുക്കളുടെ രജിസ്ട്രേഷൻ കാര്യക്ഷമമാക്കാൻ ലക്ഷ്യമിടുന്ന ബില്ലിൽ സംയുക്ത പാർലമെന്ററി കമ്മിറ്റിക്ക് മുന്നിൽ 44 നിർദ്ദേശങ്ങളാണ് ഉയർന്നുവന്നത്. ഇതിൽ 14 എണ്ണമാണ് JPC വോട്ടിനിട്ട് അംഗീകരിച്ചത്. ND അംഗങ്ങൾ നിർദ്ദേശിച്ച മാറ്റങ്ങളാണ് അംഗീകരിക്കപ്പെട്ടത്. പ്രതിപക്ഷ അംഗങ്ങളുടെ കടുത്ത എതിർപ്പ് അവഗണിച്ചായിരുന്നു ബിൽ അംഗീകരിച്ചത്. സംസ്ഥാന വഖഫ് ബോർഡുകളിലേക്ക് കുറഞ്ഞത് 2 അമുസ്ലിം അംഗങ്ങളെ നിയമിക്കുക, ഒരു സ്വത്ത് വഖഫ് സ്വത്തായി നിശ്ചയിക്കാൻ യോഗ്യമാണെന്ന് നിർണ്ണയിക്കാൻ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ അനുവദിക്കുക തുടങ്ങിയവയാണ് ബില്ലിലെ പ്രധാന വ്യവസ്ഥകൾ. 5 വർഷം പ്രകടിതമായി ഇസ്ലാം മതം ആചരിച്ചാലേ വഖഫിന് സ്വത്ത് നൽകാനാവൂ എന്ന വ്യവസ്ഥയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ ലോക്സഭയിൽ അവതരിപ്പിച്ച വഖഫ് ഭേദഗതി ബിൽ 2024 ഓഗസ്റ്റ് 8 BJP അംഗം ജഗദംബിക പാലിന്റെ അധ്യക്ഷതയിലുള്ള സംയുക്ത പാർലമെന്ററി കമ്മിറ്റിയുടെ വിശദ പരിശോധനയ്ക്കായി വിട്ടത്. ഫെബ്രുവരി 13 JPC അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സംസ്ഥാനത്തെ മുഴുവൻ സബ് രജിസ്ട്രാർ ഓഫീസിലും ജനകീയ സമിതികൾ രൂപീകരിക്കുന്നതിന് സർക്കാർ നിർദ്ദേശം നൽകി. സർക്കാർ ഓഫീസുകൾ ജനസൗഹൃദമാക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. സബ് രജിസ്ട്രാർ ഓഫീസ് സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തെ MLA കമ്മിറ്റി ചെയർമാനും സബ് രജിസ്ട്രാർ കൺവീനറുമായിരിക്കും. സർക്കാർ ഓഫീസുകൾ ജനസൗഹൃദമാക്കുന്നതിന്റെ ഭാഗമായാണിത്. അതാത് പ്രദേശത്തെ തദ്ദേശ ഭരണ സ്ഥാപന മേധാവികൾ, വാർഡ് പ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ്, ആധാരമെഴുത്തുകാരുടെ പ്രതിനിധി, സർക്കാർ നാമനിർദ്ദേശം ചെയ്യുന്ന വനിത, പട്ടികജാതി പട്ടികവർഗ പ്രതിനിധി എന്നിവർ സമിതിയുടെ അംഗങ്ങളായിരിക്കും. എല്ലാ മാസവും 3-ാമത്തെ ശനിയാഴ്ച സമിതി യോഗം ചേരാനും നിർദ്ദേശമുണ്ട്. മാർച്ച് 31 സമിതി രൂപീകരിക്കാനാണ് നിർദ്ദേശം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. തമിഴ്നാട് മെർക്കന്റൈൽ ബാങ്ക് 124 തസ്തികകളിലേക്ക് റിക്രൂട്ട്മെന്റ് നടത്തുന്നു. ബിരുദധാരികൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാം. മാർച്ച് 16 മുൻപായി അപേക്ഷിക്കണം. പരമാവധി പ്രായപരിധി 30 വയസ്സാണ്. ചട്ടപ്രകാരം പ്രായപരിധിയിൽ ഇളവ് ബാധകമാണ്. ബാധകമായ നികുതികൾ ഉൾപ്പെടെ 1000 രൂപയാണ് അപേക്ഷാ ഫീസ്.